ഏറ്റവും നല്ല ക്ലാരിറ്റി കിട്ടുന്ന ഒരു കാര്യമല്ലേ? അത് വീണ്ടും ഞാൻ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പറയാണ്, ലൈൻ കട്ട്. ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിനോട് നന്ദി പറയുന്നു. കൂടാതെ അനീഷ് ടിയെ ബിഗ് ബോസ് മലയാളം. അനീഷാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ഞങ്ങളുടെ അടുത്ത അവാർഡ് ഇവിടെ ഇതാ ഏറ്റുവാങ്ങാനായിട്ട് എത്തുന്നത്. പ്രിയങ്ക ചേച്ചി ട്രോഫി നൽകണം. പ്രിയങ്ക ചേച്ചിയാണ് ട്രോഫി നൽകുന്നത്. അടുത്തതായി ഞങ്ങളുടെ ഡാൻസ് ഗിഫ്റ്റ് നൽകുന്നത് അനുവാണ്. അനീഷിന് നൽകുന്നു. ഇനി ನಿಮ್ಮಲ್ಲಿ ಯಾರಿಗೆ നൽകുന്നു. ഇനി അടുത്തത് യെസ് അനീഷ്, എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു മൊമെന്റിൽ ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങി നിൽക്കുമ്പോൾ? ആദ്യം തന്നെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന 99% ആളുകളെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ത്രില്ലിന് എനിക്ക് അവാർഡ് കിട്ടിയതും ഒരു എന്താ പറയുക, ഒരു സ്വീറ്റ് റിവഞ്ച് പോലെ എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ, ഫണ്ണായിട്ട് പറയുന്നതാണ് കേട്ടോ. ആ ഒരു സെൻസിൽ എടുക്കണം. പിന്നെ പ്രിയങ്ക ചേച്ചി ഇത്രയും നാളത്തെ ഒരു പ്രഭാതം ബിഗ് ബോസ് എന്നായിരുന്നു. സുപ്രഭാതം ബിഗ് ബോസ്. അപ്പൊ അനു നിൽക്കുന്നോണ്ട് സുപ്രഭാതം അനു എന്നൊന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം എന്റെ ഐക്കോണിക് ഡയലോഗാണ് സുപ്രഭാതം ബിഗ് ബോസ് എന്ന്. അതുകൊണ്ട് അത് മാറ്റി പറയില്ല, മാറ്റി പിടിച്ചിട്ടൊന്നുമില്ല. എനിക്കവിടെ ബിഗ് ബോസ് ആണ് ഉയരം തോന്നുന്നു അല്ലേ അനീഷിന്റെ? തീർച്ചയായിട്ടും. വേറെ എന്താണ് അനീഷിന്റെ മനസ്സിലുള്ളത്? ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രണയം എന്തിനോടാണ്? ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രണയം എനിക്ക് എന്നോട് തന്നെയാണ്. ഓക്കെ, സെൽഫ് ലവില് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സെൽഫ് ലവിലാണ്. സോ ഈ ഒരു മൊമെന്റിൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഡിജിറ്റൽ മീഡിയ സൂപ്പർ സ്റ്റാർസിന് അറിയാണ് അനു തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ആൾക്കാർ തെരഞ്ഞത് നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഒരുമിച്ചിട്ടായിരുന്നു. ഇപ്പൊ എന്താണ് കറന്റ് സ്റ്റാൻഡ്? ഫ്രണ്ട്ഷിപ്പ്, ഹൗ സ്ട്രോങ് ആർ യു ഗോയിങ്? സത്യം പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ ചെയ്ത അഞ്ജന മാഡം അവിടെ ഇരിക്കുന്നു. ആ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈൻ കട്ട് എന്നുള്ളത്. അത് വീണ്ടും ഞാൻ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പറയാണ്, ലൈൻ കട്ട്. സോ ദാറ്റ് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്, എനിക്ക് ഒളിവോ മറയോ അല്ലെങ്കിൽ ഒരുപാട് ഓവർ ക്യൂട്ട്നെസ് ഒന്നും വാരി വിതറാനായിട്ട് അറിയില്ല. സോ ഞാൻ പറയുന്നു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. തീർച്ചയായിട്ടും.